ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഷഫീന ബീവിയുടെ ചാനലുണ്ട് ഈ ഒരു ആൽബത്തിൻ്റെ ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കി ഇത് കണക്ക് രേണുസുതി അഭിനയിച്ച ഒരു ആൽബത്തിൻ്റെ ഡയറക്ടർ തന്നെയായിരുന്നു. ഇത് കണക്ക് രേണുസുതിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അവിടെ അഭിനയിക്കാൻ വന്ന സമയത്തുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ തെളിവുകൾ ഇയാൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്യപിച്ചാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് അറിയില്ല. പെട്ടെന്ന് ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് പെരുമാറിയത്. അതോടെ തന്നെ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാതെ പിന്നെയും ഉണ്ടെങ്കിൽ അത് ഭയങ്കര മോശമുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടേ ഇരുന്നതെന്നൊക്കെ ആയിരുന്നു ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ട് ഈ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമല്ലാത്തൊരു സീൻ അഭിനയിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അത് പലവട്ടം തനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ചു. അതിനെ തുടർന്നാണ് ആ അടിയായതല്ല, അതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഈ ഡയറക്ടർ പറയുന്നത് മുഴുവൻ കള്ളമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഈ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ഇത് ആരാ പറയുന്നത് സത്യം എന്ന് അറിയാൻ വേണ്ടി ഇതാണെങ്കിൽ ആ ഡയറക്ടറിനെതിരെ വേണമെങ്കിൽ രേണുവിനൊരു പരാതി കൊടുക്കുക. അതുകൊണ്ടെങ്കിൽ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രേണുവിന് തന്നെയായിരിക്കും ന്യായം കിട്ടുന്നത്. ആ ഡയറക്ടറിനുണ്ടെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോ പറയുന്നുണ്ട്. അവസാനം എന്തായിരുന്നാലും ഇത് കണക്ക് രേണു പരാതി കൊടുത്താൽ ഇതെല്ലാം അറിയുന്നതായിരിക്കും. ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളൊരു കാര്യമൊക്കെ.